എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ബീറ്റ് ബോക്സ് കേരളത്തിൽ എത്ര പേർക്ക് അറിയാം എന്നുള്ളൊരു ചെറിയ റിവ്യൂ എടുക്കാനാണ് പോകുന്നത്. അപ്പം ഇവിടെ കുറച്ച് ആളുകളുണ്ട്. ആ ആളുകളുടെ അടുത്ത് ചോദിക്കാം അവർക്കറിയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എത്ര പേർക്കറിയാം, എത്ര പേർക്ക് അറിയില്ല എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ആളുകളിലോട്ട് പോവാം. ഹലോ ചേട്ടാ, നമസ്കാരം. എൻ്റെ പേര് ആദർശ് എന്നാണ്. ഒരു ചോദ്യം ചോദിക്കാം, അത് അറിയാമെങ്കിൽ ഉത്തരം പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ആർട്ട് ഫോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ആർട്ട് ഫോം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ആർട്ട് ഫോം ഇതിനു മുന്നേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഒരു ചോദ്യം, ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ഉണ്ട്, അതിനെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഹലോ, നമസ്കാരം. ഓയ്യോ, പോയാണോ? പേടിയാണോ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ആർട്ട് ഫോം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല ഇതുവരെ. ബീറ്റ് ബോക്സ് ഒരു ആർട്ട് ഫോം ആണ്. കേട്ടിട്ടില്ല. എന്താണ് എന്താണ് വായ കൊണ്ട് ശബ്ദം ഉണ്ടാക്കി എവിടെയാണ് ഇതിന് മുന്നേ കേട്ടിട്ടുള്ളത്? ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് പഠിക്കുന്നത്? അമൃതയിലാണ്. എന്താണ്? യാ, കറക്റ്റ്. അപ്പം DJ അത് ബീറ്റ് ബോക്സിംഗ് എന്നാണ് അതിന് പറയുന്നത്. എവിടെയാണ് ഇത് മുന്നേ കണ്ടിട്ടുള്ളത്? ഇതിനു മുമ്പേ നമ്മുടെ ജോയ ആലുക്കാസിൻ്റെ ഫ്രണ്ടിൽ പുതിയതായിട്ടൊരു ഇത് വന്നപ്പോൾ അന്നാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ബീറ്റ് ബോക്സിങ് ലൈവായിട്ട് കേട്ടത്. നമ്മുടെ ജോയ ആലുക്കാസിൻ്റെ ഫ്രണ്ടിൽ പുതിയൊരു ഒരു പയ്യനാണ്. ചെയ്തത്. അതറിയോ ചേട്ടനറിയോ? ചെയ്യാനറിയോ? അതെങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? കോമഡി ഉത്സവത്തിൽ. ആരുടെ? കൊല്ലംകാരനാണ്. ഞാനാണോ അത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദർശ് എന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അറിയോ? എങ്ങനെ അറിയാം? കോമഡി ഉത്സവം നമുക്ക്. ഹലോ ചേച്ചി, നമസ്കാരം. എൻ്റെ പേര് ആദർശ് എന്നാണ്. എനിക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. പോലും ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചിട്ട് പോകാനാ, അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ടാസ്കും ചെയ്യാമല്ലോ, പ്രശ്നമില്ലല്ലോ. വേറൊന്നുമില്ല, ബീറ്റ് ബോക്സ് ചെയ്യുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം, അതൊന്ന് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഇതാണ്. ഇതാണ് ബീറ്റ് ബോക്സ് എന്ന് പറയുന്നത്. കുറേ വൃത്തിയിട്ട ശബ്ദങ്ങൾ തൊണ്ടയിലൂടെ വരുന്ന ഒരു സംഭവത്തിനാണ്. ഇത് തന്നെ ചെയ്യണമെന്നില്ല, എൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫസ്റ്റ് ബേസിക് ഞാൻ പറഞ്ഞു തരും, അതേ രീതിയിലൊന്ന് ചെയ്താൽ മതി. രണ്ടുപേരും ചെയ്യുമെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഇല്ലേ? സിമ്പിളാണ്, സിമ്പിൾ, വളരെ സിമ്പിളാണ്. ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. പ സ ക, ഈ 3 അക്ഷരം കുറച്ച് ഫോഴ്സിൽ അതേ രീതിയിൽ പറയുമ്പം ആ ഒരു സൗണ്ട് നമുക്ക് ലഭിക്കും. ഇതാണ് പ സ ക. ആ സൗണ്ടായിട്ട് മാറുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം, അതാണ് ടാസ്ക്. സിമ്പിൾ. നമുക്ക് ഇതൊന്നും ചെയ്യിപ്പിക്കാം. ഇനി ഇത് കുറച്ച് ഫോഴ്സിൽ ആ പ്രഷർ കൂടി പറയുമ്പോൾ കിട്ടുന്നൊരു ശബ്ദമുണ്ട്. ആ സൗണ്ട് വന്നില്ല. സിമ്പിളാണ്, ചെയ്തോ. ഓക്കെ, കറക്റ്റാണ്. ഇനി ഇത് കുറച്ച് ഒരു പാറ്റേണിൽ പിടിക്കുകയാണെങ്കിൽ ഇതൊന്ന് ചേട്ടൻ ചെയ്യണം. മിക്കവാറും വൈറലാവാനുള്ള സാധ്യതയുണ്ട്. ഏകദേശമൊക്കെ വന്നു തുടങ്ങി. അത് ഇനി കുറച്ച് സ്പീഡാക്കുമ്പം വേണ്ട. ഇനി സിമ്പിളാണ്, ഇതൊരു പാറ്റേൺ ആക്കുക. എല്ലാം പോയടാ, തീർന്നു.
അപ്പോൾ കണ്ടല്ലോ എത്ര പേർക്ക് ബീറ്റ് ബോക്സ് അറിയാം, എത്ര പേര് ബീറ്റ് ബോക്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പം ഏകദേശം അറിയാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ആദർ ഷേഡി ജെ സൈനിങ് ഔട്ട്. ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ആർട്ട് ഫോം നിങ്ങൾക്ക് അറിയോ? ബീറ്റ് ബോക്സ്?